My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെന്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 92ാമത്തെ എപ്പിസോഡിൽ ഹെപ്പാർ സൾഫ് എന്ന അധ്യായം നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. അതിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. ഇതിൽ പർട്ടിക്കുലേഴ്സ് ധാരാളം കെന്റ് പറയുന്നുണ്ട്. പക്ഷേ നമ്മളിതിൻ്റെ ജനറൽസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ ജനറൽ കണ്ടീഷൻസ് എഗ്രി ആണെങ്കിൽ മാത്രമേ ഇത് പറയുന്ന പർട്ടിക്കുലേഴ്സ് അത് ഹീൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് പർട്ടിക്കുലേഴ്സിലേക്ക് അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പക്ഷേ ഇതിൻ്റെ അവസാന ഭാഗത്തായിട്ട് കെന്റ് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, മറ്റ് ചില ഔഷധങ്ങളുമായിട്ടുള്ള ഒരു കമ്പാരിസനാണ്, ആൻറ്റിഡോട്ടിങ്ങും ഫോളോയിങ്ങും. മറ്റൊന്ന്, വളരെ ഇതിൻ്റെ ഹയർ പൊട്ടൻസീസ് കൊടുക്കുമ്പോൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സൈലീഷയുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഫോറിൻ ബോഡീസിനെ എക്സ്പെൽ ചെയ്യാനുള്ളൊരു പ്രോപ്പർട്ടി ഇതിനുണ്ട്. ഇതിന് മാത്രമല്ല, സൾഫറിനും ഉണ്ട് എന്നുള്ളൊരു വസ്തുത കൂടി കെന്റ് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഔഷധങ്ങൾ കൊടുക്കേണ്ടി വരുമ്പോൾ, വിശേഷിച്ചും ഹയർ പൊട്ടൻസീസ് കൊടുക്കേണ്ടി വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും പൊതുവെ ഹയർ പൊട്ടൻസീസിൻ്റെ ഉപയോഗത്തിൽ എടുക്കേണ്ട ചില മുൻകരുതലുകളെക്കുറിച്ചും കെന്റ് ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ഹെപ്പാർ ഈസ് ഓൾസോ എ കോംപ്ലിമെൻറ്റ് ആൻഡ് ആൻറ്റിഡോട്ട് ടു പൊട്ടൻസൈസ്ഡ് മെർക്കുറി. അപ്പോൾ മെർക്കുറിയുടെ പൊട്ടൻസിക്ക് കോംപ്ലിമെൻറ്റുമാണ് ആൻറ്റിഡോട്ടുമാണ്. മെർക്കുറിയെ ഫോളോ ചെയ്ത് അതിനെ ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യുന്ന തരത്തിലും വരും, ആൻറ്റിഡോട്ട് ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ ആൻറ്റിഡോട്ട് ചെയ്യുന്ന തരത്തിലും വരും. When mercury has been administered and has done all it can do as a curative remedy, or when it has acted improperly and has somewhat mixed up the case, and it is necessary to follow it with a natural complement or antidote and prepare for another series, Heppar is to be thought of as one of the natural followers of mercury. അപ്പോൾ ചുരുക്കം ഇത്രയേ ഉള്ളൂ. മെർക്കുറി കൊടുത്തു, അതിൻ്റെ ഒന്നുകിൽ അതിൻ്റെ ആക്ഷൻ തീർന്നു, അല്ലെങ്കിൽ ഒരു മിക്സ്ഡപ്പ് കണ്ടീഷനായി. അതിന് മുൻപ് കൊടുത്ത ഔഷധവുമായിട്ടോ മറ്റോ മിക്സപ്പ് ചെയ്തു മെർക്കുറിയസിൻ്റെ ആക്ഷൻ ഒരു പ്രോപ്പർ ഡയറക്ഷനല്ല പോകുന്നത് എന്ന് മനസ്സിലായി. ആ ഒരവസ്ഥയിൽ അതിനെ ഒന്ന് കോംപ്ലിമെൻ്റ് ചെയ്യാനും അതിനെ ആൻറ്റിഡോട്ട് ചെയ്യേണ്ട ഘട്ടങ്ങൾ ആൻറ്റിഡോട്ട് ചെയ്യാനും ഒരു ശരിയായ ഒരു അടുത്തൊരു ഔഷധത്തിന് വേണ്ടിയിട്ട് വഴിയൊരുക്കാനും ചില മരുന്നുകൾ വേണ്ടി വരും. ഇത് ജനറലായിട്ട് ഏത് അവസ്ഥയിലും വേണ്ടി വരുന്നതാണ്. ഇംപ്രോപ്പർ യൂസ് ഓഫ് മെഡിസിൻസ്, അതുകൊണ്ടാകുന്ന മിക്സിങ് അപ്പ്, അത് പലപ്പോഴും സംഭവിക്കും. നമ്മൾ നേരത്തെയും ചില ഔഷധങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, വളരെ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ കേസിനെ നശിപ്പിച്ച് കളയുന്നു. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ മെർക്കുറിയസ് കൊണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യാനും ആൻറ്റിഡോട്ട് ചെയ്യാനും മറ്റൊരു മരുന്നിന് വഴി തുറക്കാനും ആവശ്യമായി വരുന്ന ഔഷധങ്ങളൊന്ന് ഹെപ്പാർ സൾഫാണ്. ഹെപ്പാർ സൾഫ് മാത്രമാണെന്ന് പറയുന്നില്ല, സിറ്റുവേഷൻ അനുസരിച്ചുകൊണ്ട് പലതുമാകാം. അപ്പോൾ ആ ഒരു ഏതവസ്ഥയിലും അപ്പോൾ പേഷ്യൻ്റ് കാണിക്കുന്ന ലക്ഷണങ്ങളാണ് നമ്മളുടെ സോൾ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ സോൾ ഡയറക്ഷൻ. അവിടെ ഹെപ്പാർ സൾഫിനെ കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഹെപ്പാർ സൾഫിൻ്റെ കാര്യത്തിൽ അത് പറയുന്നത്. മറ്റു ഔഷധങ്ങളും വരാം. അങ്ങനെ ഹെപ്പാർ സൾഫിൻ്റെ പ്രയോഗമുണ്ട്. മെർക്കുറീസിൻ്റെ നാച്ചുറൽ ഫോളോവേഴ്സിൽ ഒന്ന്, ഇറ്റ് ഈസ് വെൽ നോൺ ദാറ്റ് മെർക്കുറി ഈസ് നോട്ട് ഫോളോഡ് വെൽ ബൈ സൈലീഷ്യ. മെർക്കുറിനെ സൈലീഷ്യ നല്ല രീതിയിൽ പിന്തുടരില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. സൈലീഷ്യ ഡസ് നോട്ട് ഡു യൂസ്ഫുൾ വർക്ക് വെൻ മെർക്കുറി ഈസ് സ്റ്റിൽ ആക്ടിങ് ഓർ ഹാസ് ബീൻ ആക്ട്. അപ്പോൾ മെർക്കുറി പ്രവർത്തിച്ച് കഴിഞ്ഞ ഉടനെയും സൈലീഷ്യ വളരെ ഒരു ഉപകാരപ്രദമായ ജോലി, ഒരു ക്യൂറേറ്റീവ് ജോബ് ചെയ്യില്ല. ഇറ്റ് ഈസ് ദ ടൈം ദാറ്റ് ഹെപ്പാർ ബിക്കംസ് ആൻ ഇൻ്റർകറൻറ്റ് റെമഡി. ഉണ്ടോ, സൈലീഷ്യ കൊടുക്കേണ്ടി വരുന്നു, മെർക്കുറിയസിന് ശേഷം സൈലീഷ്യ കൊടുക്കേണ്ടി വരുന്നു, പക്ഷേ സൈലീഷ്യ പറ്റില്ല. ഇങ്ങനെ ഒരൗഷധത്തിന് ശേഷം മറ്റൊന്ന് കൊടുക്കേണ്ടി വരികയും അത് ഫോളോ ചെയ്യാത്തതുമായൊരു സാഹചര്യം വരുമ്പോൾ ഒരു ഇൻ്റർകറൻറ്റ് റെമഡി കൊടുക്കേണ്ടി വരും. അപ്പോൾ മെർക്കുറിക്കും സൈലീഷ്യയ്ക്കും ഇടയിലുള്ള ഒരു ഇൻ്റർകറൻറ്റ് റെമഡിയായിട്ട്
ഹെപ്പാർ സൾഫ് വരുന്നുണ്ട്. സൈലീഷ്യ ഫോളോസ് വെൽ ആഫ്റ്റർ ഹെപ്പാർ ആൻഡ് ഹെപ്പാർ ഫോളോസ് വെൽ ആഫ്റ്റർ മെർക്കുറിയസ് ആൻഡ് ദസ് ഹെപ്പാർ ബിക്കംസ് ആൻ ഇന്റർകറന്റ് ഇൻ ദാറ്റ് സീരീസ്. അപ്പോൾ മെർക്കുറിയസ്, ഹെപ്പാർ, സൈലീഷ്യ എന്നുള്ളൊരു സീരീസ്. ഇനി നമുക്ക് ഈ ഫോറിൻ ബോഡീസിനെ എക്സ്പെൽ ചെയ്യാനുള്ള ഹെപ്പാറിൻ്റെ കഴിവിനെ കുറിച്ച് കെന്റ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഹെപ്പാർ ഹാസ് സെർവ്ഡ് എ വാല്യുബിൾ പർപ്പസ് ഇൻ ഇറ്റ്സ് എബിലിറ്റി ടു എസ്റ്റാബ്ലിഷ് സൂപ്പറേഷൻ അറൌണ്ട് ഫോറിൻ ബോഡീസ്. നമ്മൾ സൈലീഷിൽ കണ്ട കാര്യം തന്നെയാണ്. അന്യവസ്തുക്കൾ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ അതിന് ചുറ്റും ഒരു സൂപ്പറേഷൻ ഉണ്ടാക്കിയിട്ട്, പഴുപ്പുണ്ടാക്കിയിട്ട് അതിനെ എക്സ്പെൽ ചെയ്യാനുള്ളൊരു പ്രോപ്പർട്ടി. ഫോർ ഇൻസ്റ്റൻസ്, എ ഫോറിൻ ബോഡി ഈസ് അണ്ടർ ദ സ്കിൻ ഓർ ഇൻ സംവെയർ അൺനോൺ. ഒരു ഫോറിൻ ബോഡി തൊലിക്കടിയിലോ അജ്ഞാതമായൊരു സ്ഥലത്തോ, സംവെയർ അൺനോൺ, അജ്ഞാതമായൊരു സ്ഥലത്തോ പ്രവേശിച്ചിരിക്കട്ടെ. Perhaps it is the tip end of an projectile after the projectile itself has been taken away. ഒരു പ്രൊജക്ടൈൽ എന്ന് വെച്ചാൽ ഒരു ബുള്ളറ്റ് ആകാം, ഒരു എറിഞ്ഞ് കൊള്ളുന്നൊരു സാധനമാകാം, ഇപ്പോൾ കല്ല് തന്നെയാകാം, ശക്തിയോടെ എറിഞ്ഞ് എവിടെയെങ്കിലും ശരീരത്തിൽ എവിടെയെങ്കിലും തറച്ച് കയറി. ആ ഒരവസ്ഥയിൽ ആ പ്രൊജക്ടൈലിന് എടുത്ത് കളഞ്ഞു. കയറിയ സാധനം അപ്പാരൻ്റ്ലി ആ സാധനം പോയി, പക്ഷെ അതിൻ്റെ ടിപ്പ്, ഒരു കഷ്ണം ഉള്ളിൽപ്പെട്ടു പോയി, അതിനെ കളയാൻ പറ്റുന്നില്ല. ആ ഒരവസ്ഥ. മറ്റൊരു സൈഡ്, ഓർ അണ്ടർ ദ നെയിൽ എ സ്പ്ലിൻഡർ ഈസ് ഫോമിങ് എ സൂപ്പറേഷൻ. നഖത്തിനിടയിൽ ഒരു സ്പ്ലിൻഡർ കയറിയിട്ട് സൂപ്പറേഷൻ ഉണ്ടാക്കുന്നു. ഇറ്റ് ഈസ് സോ സ്മോൾ ദാറ്റ് ഇറ്റ് ഈസ് ഹാർഡ്ലി ഒബ്സർവ്ഡ് ആൻഡ് ഇറ്റ് ഈസ് സപ്പോസ്ഡ് ഓഫൺ ദാറ്റ് ദ സ്പ്ലിൻഡർ ഹാസ് ബീൻ എൻറ്റയർലി റിമൂവ്ഡ് ബട്ട് ആൻ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ സ്റ്റാർട്ട്സ് അപ്പ്. അപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നൊരു സാധനമല്ല, ഒരു ചില്ലിൻ്റെ കഷ്ണമൊക്കെയാണ്. പണ്ട് കാലത്ത് എക്സ്റേ മാത്രമേ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ സ്കാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഇല്ലാതെ തന്നെ ഒരു സ്പ്ലിൻഡർ കയറി നഖത്തിനിടയിലെവിടെയെങ്കിലും കയറി എടുത്തു കളഞ്ഞു, എന്നിട്ടും പഴുപ്പ് വരുന്നു. അതിനർത്ഥം ഒരു ശകലകത്ത് നിന്ന് ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെ സ്കാനിങ് മറ്റുമായിട്ട് പോകേണ്ട കാര്യമില്ല. കൃത്യമായിട്ടുള്ള ഹോമിയോപ്പതിക് മെഡിസിൻ, സൈലീഷ്യയും ഹെപ്പാറും പോലുള്ള ഔഷധങ്ങളെക്കുറിച്ച് അറിയാമെങ്കിൽ വലിയ ഹൈടെക് കാര്യങ്ങളുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. അതാണ് എൻ്റെ കൂടെ പറയുന്നത്. ഹെപ്പാർ ഇഫ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ജനറൽ സിംപ്റ്റംസ് ഓഫ് ദ പേഷ്യൻറ്റ്. ഉണ്ടോ, വെറുതെ ഹെപ്പാർ കൊടുക്കാമല്ല, രോഗിയുടെ ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ. ഹെപ്പാറിൻ്റെ ജനറൽ കണ്ടീഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. എഗ്രി ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സ്പ്ലിൻഡറൊക്കെ കുത്തിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു, ധാരാളം മരക്കമ്പുകൾ കയറിയിരിക്കുമ്പോഴുള്ള വേദന ഒരു ടിപ്പിക്കൽ വേദനയാണ്. അത് ഹെപ്പാറിൻ്റെ ഇൻഡിക്കേഷനാണ്. അങ്ങനെ കാണുകയാണെങ്കിൽ ടെമ്പറേച്ചർ, ടെമ്പറാമെൻറ്റ് അത് കാണുകയാണെങ്കിൽ, ഇഫ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ജനറൽ സിംപ്റ്റംസ് ഓഫ് ദ പേഷ്യൻറ്റ് ഹാസൻസ് ദ സൂപ്പറേഷൻ ആൻഡ് ഹീൽസ് ഓഫ് ദ ഫിംഗർ. അപ്പോൾ ആ പഴുപ്പിനെ അത് വേഗത കൂട്ടിയിട്ട് ആ വസ്തുവിനെ പുറന്തള്ളി ഫിംഗറിനെ, വിരലിനെ ഹീൽ ചെയ്യും. ഫോർ ഇറ്റ് ഹാസ് ഓൾ സച്ച് തിങ്സ്. അത്തരം കാര്യങ്ങളെല്ലാം ഹെപ്പാറിലുണ്ട്. സൈലീഷ് ഇസ് അനദർ റെമഡി കേപ്പബിൾ ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഇൻഫ്ലമേഷൻ ആൻഡ് സൂപ്പറേഷൻ ആൻഡ് റിമൂവ്സ് ലിറ്റിൽ ഫോറിൻ ബോഡീസ് ദാറ്റ് കനോട്ട് ബി ലൊക്കേറ്റഡ്. നമ്മൾ നേരത്തെ സൈലീഷിൽ കണ്ട കാര്യമാണത്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. ഒരു വെടിച്ചില്ല് പൊട്ടിച്ച് ചെറിയൊരു കഷ്ണം കയറി. ഞാൻ നേരത്തെ ഹിരോഷിമയിലെ കാര്യം പറഞ്ഞു, അണുവിസ്ഫോടനം ഉണ്ടായി. ഏറ്റവും വലിയ ദുരന്തം ചില്ല്, ബിൽഡിങ്സിൻ്റെയും മറ്റുമൊക്കെ ചില്ല് പൊട്ടിയിട്ട് ചെറിയ സൂക്ഷ്മമായ കഷ്ണങ്ങൾ ഇങ്ങനെ പറന്ന്, മിസൈലുകൾ പറന്നു വന്ന് രോഗികളുടെ ശരീരത്തിൽ കയറി. അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ ഒരു പറ്റില്ല. അവരെയൊക്കെ രക്ഷിച്ചത് സൈലീഷ്യയാണ്. അതേപോലെ ഹെപ്പാർ സൾഫിനും ആ ഒരു ക്വാളിറ്റി ഉണ്ട്. Of course, it is understood that if the physician knows the location of a splinter, he will take such steps as are necessary to remove it and not wait for the action of the remedy. അപ്പോൾ ഈ സ്പ്ലിൻഡർ എവിടെ ഇരിക്കുന്നു, ഒരു സാധനം എവിടെ ഇരിക്കുന്നു എന്നും ഫിസിഷ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു സർജൻ്റെ സഹായത്തോടെ എടുത്ത് കളയാൻ പറ്റും. അപ്പോൾ മരുന്ന് കൊടുത്ത് സൂപ്പറേഷൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ബട്ട് അറ്റ് ടൈംസ് എ നീഡിൽ പോയിന്റ് ബ്രേക്സ് ഓഫ് എഗെയിൻസ്റ്റ് ദ ബോൺ ഓഫ് ദ ഫിംഗർ ഓഫ് എ seamstress, or small portions of the needle may exist where they cannot be found without an immense amount of slashing which the patient refuses. അപ്പോൾ ചില സാഹചര്യങ്ങൾ പറയുകയാണ്. ഒരു തുന്നൽക്കാരി, സീംലെസ് എന്ന് വെച്ചാൽ തുന്നൽക്കാരി, തുന്നൽ ജോലി ചെയ്യുന്ന സ്ത്രീ, പുരുഷനാരെങ്കിലും ആകാം, ഒരു സൂചി കുത്തി കയറാനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ്. കയറി നഖത്തിൽ തട്ടി അത് പൊട്ടിപ്പോയെന്ന് വയ്ക്കുക. സൂചിയുടെ വലിയ കഷ്ണം വലിച്ചെടുക്കും, ചെറിയ കഷ്ണം അകത്തിരിക്കും. അതിനെടുക്കണമെങ്കിൽ പിന്നെ സർജറിയുടെ പിന്നാലെ പോകണം. ആ ഒരു സാഹചര്യം. അപ്പം അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ അതിനെ പുറത്തുള്ളാൻ വേണ്ടി വല്ലാതെ ഞെക്കി പുറത്താക്കുക എന്നുള്ള രീതിയിൽ സാധാരണ മനുഷ്യർ ചെയ്യുന്നതാണ്. അത് പേഷ്യൻ്റ് വളരെയധികം വേദനയും ഡിസ്ട്രസ്സും ഉണ്ടാക്കുന്നതാണ്.
അത് ആ വ്യക്തി അതിന് സമ്മതിച്ചെന്ന് വരില്ല. അതിനൊന്നും ആവശ്യമില്ല. ഹെപ്പാറോ സൈലിഷ്യോ പോലുള്ള ഔഷധങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറേറ്റ് ചെയ്ത് അതിനെ പുറത്താക്കും. എ ലിറ്റിൽ ആബ്സസ് വിൽ ഫോം ആൻഡ് ദ ലിറ്റിൽ മൈറ്റ് വിൽ ബി ഡിസ്ചാർജ്. ചെറിയൊരു കുറച്ച് പഴുപ്പുണ്ടായി അതിനെ തള്ളി പുറത്ത് കളയും. ഇത് ഞാനത് കണ്ടറിലാണ് ഇങ്ങനെ പുറത്ത് പോകുന്നത്. എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഷണായി ചില കേസുകളിൽ ഇങ്ങനെ കൊടുത്ത് പുറത്ത് പോകുന്നത് ഞാൻ പീരിയോഡിക്കലായിട്ട് പോയി കണ്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ളതാണ്. Knowing that these two remedies have this tendency to establish a suppression wherever there are foreign bodies, it is well to be remembered that if a bullet were encysted in the lungs, it would be well, if the symptoms call for Sapar of Cilicia, to consider whether it might not be injurious to give a remedy that would establish suppression. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സൈലിഷ്യ കാര്യം നമ്മൾ കണ്ടത് തന്നെയാണ്. ഒരു ലങ്ങിലോ മറ്റോ ഇത് കയറി ഒരു ബുള്ളറ്റോ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കൊടുക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം. ഒരു പഴുപ്പുണ്ടായി പുറത്ത് ചാടുന്നത് ലങ്ങിന് ദോഷം ചെയ്യുമോ, ആ ലങ്ങിന് ദോഷം ചെയ്ത് പേഷ്യൻറ്റിന് ദോഷം ചെയ്യുമോ, പേഷ്യൻ്റെ വൈറ്റൽ ഫങ്ഷൻസിന് അത് തകരാറിലാക്കുമോ എന്ന് ചിന്തിക്കണം. ആ ഒരു സാധനം ഇരിപ്പുണ്ട് എടുത്ത് കളഞ്ഞേക്കാം എന്ന് കരുതരുത്. ശ്രദ്ധാപൂർവ്വം അതിനെക്കുറിച്ച് ആലോചിക്കണം. അത് അവിടെ ഇരിക്കുന്നതാണോ അല്ലെങ്കിൽ പുറത്ത് കളയുന്നതാണോ, ഏതാണോ നല്ലതെന്നതിനെക്കുറിച്ച് വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങളുടെ ശരീരശാസ്ത്ര ജ്ഞാനം വെച്ചുകൊണ്ട് ചിന്തിച്ചിട്ടേ ചെയ്യാവൂ. ഇറ്റ് മൈറ്റ് ബി ദാറ്റ് ദ ലിറ്റിൽ ബുള്ളറ്റ് ഈസ് റെസ്റ്റിംഗ് ഇൻ എ വൈറ്റൽ പ്ലേസ് ഇൻ എ നെറ്റ്വർക്ക് ഓഫ് ആർട്ടറീസ് ആൻഡ് ഇറ്റ് വുഡ് ബി വെൽ നോട്ട് ടു എസ്റ്റാബ്ലിഷ് സൂപ്പറേഷൻ ഇൻ ദ വൈറ്റൽ റീജിയൻ. അപ്പോൾ ഒരു നെറ്റ്വർക്ക് ആർട്ടറീസിൻ്റെ ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു വൈറ്റൽ പോയിന്റിലാണ് ഈ സാധനം കയറി ഇരിക്കുന്നത് നോക്കുക. അതിനവിടെ നിന്ന് സൂപ്പറേറ്റ് ചെയ്ത് പുറത്ത് കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാൽ ഈ ആർട്ടറീസിനെ ബാധിക്കും, നെറ്റ്വർക്കിനെ ബാധിക്കും, ഒരു അൺഹെൽത്തി ബ്ലീഡിങ് ഉണ്ടാകാം. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ സങ്കീർണമായ ശസ്ത്രക്രിയകൾ ചെയ്ത് അതിനെ പുറത്തിറക്കുന്നതിനൊക്കെ ആലോചിക്കാവുന്നതാണ്. Deposits of a tubercular character are often located in a place that they can easily be separated out, and the action of the remedy on them would be the same as a foreign body. അപ്പോൾ ഈ ഫോറിൻ ബോഡി പോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ് ട്യൂബർക്കുലർ ഡെപ്പോസിറ്റ്സ്. അതും ഇരിക്കുന്നത് സേഫ് പൊസിഷൻ ആണെങ്കിൽ അതിനെ സൂപ്പറേറ്റ് ചെയ്ത് ഒരു ന്യൂമോണിയ പോലെ സേഫായിട്ടുള്ള ന്യൂമോണിയ പോലൊരു കണ്ടീഷൻ ഉണ്ടാക്കി അതിന് കഫം പോലെ അതിനെ പുറന്തള്ളും. Hence, it is that Hepar, after its administration, will very often abolish a crop of boils all over the economy, because in the skin there are small accumulations in sebaceous matter, and this will be separated out. അപ്പോൾ ഈ ട്യൂബർക്കുലർ കണ്ടന്റിനെ പുറത്ത് കളയുന്ന കാര്യത്തിൽ നമ്മൾ സൈലിഷ്യയുടെ കാര്യത്തിൽ വേറൊരു തരം വൈറ്റൽ ആക്ഷനാണ് കണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ന്യൂമോണിയ പോലൊരു കണ്ടീഷൻ ഉണ്ടായിട്ട് ഇത് ഈ ട്യൂബർക്കുലർ ഡെപ്പോസിറ്റ് കഫമായിട്ട് പുറത്തു പോകുന്നതിനെ കുറിച്ച്. ഹെപ്പാറിൻ്റെ കാര്യത്തിൽ വേറൊരു കാര്യമാണ് കെൻഡ് പറയുന്നത്. തൊലിപ്പുറമേയുള്ള ചെറിയ കുരുക്കൾ, ഈ മുഖക്കുരു പോലത്തെ കുരുക്കൾ, ഈ കുരുക്കളിലൂടെ ഇതിനെ സൂപ്പറേറ്റ് ചെയ്തിട്ട് ഇതിലൂടെ പുറത്തു പോകുന്നു. കുരുക്കൾ പോകുന്നു, കുരുക്കൾ പ്രത്യക്ഷപ്പെടുന്നു, അത് പഴുത്ത് പുറത്തു പോകുന്നു, അതോടുകൂടി ഈ ലങ് ക്ലിയർ ആവുന്നു. അപ്പോൾ രണ്ട് ഔഷധങ്ങളിലും രണ്ട് തരം ആക്ഷനെ കുറിച്ചാണ് കെൻഡ് പറയുന്നത്. സൾഫർ ഓൾസോ ഡസ് ദിസ് സോ ദാറ്റ് ഇറ്റ് മേ ബി വെൽ ടു ബി കെയർഫുൾ ആൻഡ് നോട്ട് ഗിവ് സൈലീഷ്യ ഓർ സൾഫർ ഓർ ഹെപ്പാർ ടു ഓഫൺ ഓർ ടു ഹൈ ഇൻ പേഷ്യൻസ് ദാറ്റ് ഹവ് എൻസിസ്റ്റഡ് ട്യൂബർക്കുലർ ഇൻ ദ ലങ്സ്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ്. ലങ്സിൽ ട്യൂബർക്കുലസ് ഡിപ്പോസിറ്റ് ഇങ്ങനെ എൻസിസ്റ്റ് ചെയ്ത് ഒരു ആവരണം ഉണ്ടാക്കി ഇങ്ങനെ കഴിയുന്നൊരവസ്ഥയിൽ ഈ മൂന്ന് ഔഷധങ്ങളും സൈലീഷ്യയും സൾഫറും ഹെപ്പാറും, സൾഫറിനെക്കുറിച്ചുള്ള ലെക്ചറിൽ ഈ കെൻഡി കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ചിലപ്പോൾ ഒരു ഔഷധത്തെക്കുറിച്ചുള്ള വളരെ വിലപ്പെട്ടൊരു അറിവ് മറ്റു ഔഷധത്തിനെക്കുറിച്ചായിരിക്കും ഉള്ള ലെക്ചറിലായിരിക്കും പറയുന്നത്. ഇപ്പോൾ സൾഫറിനെ കുറിച്ചുള്ള അധ്യായങ്ങൾ പഠിച്ചു, അവിടെ ഇത് പറഞ്ഞിട്ടില്ല. ഇവിടെയാണ് സാന്ദർഭികമാണ് കെൻഡ് പറയുന്നത്. അപ്പോൾ സൈലീഷ്യയും സൾഫറും ഹെപ്പാർ സൾഫും ഇത്തരം കണ്ടീഷൻ ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആവർത്തിക്കരുത്, അടുത്തടുത്ത് ആവർത്തിക്കരുത്. ആവർത്തിക്കേണ്ട അവസ്ഥയാണെങ്കിൽ പോലും വളരെ ഉയർന്ന പൊട്ടൻസിയും കൊടുക്കരുത്. ഉയർന്ന പൊട്ടൻസിയും ആവർത്തനവും ഈ ഇത്തരം ഈ ട്യൂബർക്കുലർ ഡിപ്പോസിറ്റിൻ്റെ സൂപ്പറേഷനും പുറന്തള്ളലും കാരണമാകുമ്പോൾ ചിലപ്പോൾ അത് വൈറ്റൽ ഫങ്ഷനെ ബാധിക്കുകയും രോഗിക്ക് ചിലപ്പോൾ മരണകാരണം വരെ ആയിരിക്കാം.
Rokitansky, in its numerous postmortems, found a large number of ancestors caseous deposits in the lungs. In cases that have lived and outgrown these tuber troubles, they had become encysted and therefore perfectly safe, and the patient had died of something else. അപ്പോൾ ഇത്തരം ട്യൂബർക്കുലർ ഡിപ്പോസിറ്റ്സ് ഉണ്ടാകുന്നത് സേഫാണെന്ന് കാണിക്കാൻ ഒരു സർജൻ്റെ സാക്ഷ്യമാണ് കെന്നിയുടെ പറയുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്ന ആളാണ്. ഒരുപാട് പോസ്റ്റ്മോർട്ടം കേസുകളിൽ മറ്റു കാരണങ്ങൾ മരിച്ചവരാണ്. അവരുടെ ലങ്ങിനുള്ളിൽ ഇത്തരം ട്യൂബർക്കുലർ ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് കുഴപ്പമുണ്ടായില്ല. കാരണം അവർ മരിച്ചത് മറ്റു കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതിന് എക്സ്പെൽ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇറ്റ് മൈറ്റ് ബി ഡേഞ്ചറസ് ടു അഡ്മിനിസ്റ്റർ ദീസ് മെഡിസിൻസ് ദാറ്റ് ഹാവ് എ ടെൻഡൻസി ടു കോസ് ഓപ്പറേഷൻ ഇൻ സച്ച് ആൻഡ് യു ഷുഡ് അറ്റ്ലീസ്റ്റ് പ്രൊസീഡ് കോഷ്യസ്ലി ഇൻ യൂസിങ് ദം. ഇത്തരം കണ്ടീഷൻസിൽ ഈ മരുന്നുകൾ, ഈ 3 മരുന്നുകളും കൊടുക്കുന്നത് വളരെ ശ്രദ്ധാപൂർവം ജാഗ്രതയോടെ വേണം. വളരെ ജാഗ്രതയോടെ മാത്രമേ ആ കാര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ആഫ്റ്റർ യു ഹാവ് സീൻ എ ഗ്രേറ്റ് മെനി കേസസ് യു വിൽ ഫൈൻഡ് ദാറ്റ് യു ഹാവ് കിൽഡ് സം ഓഫ് ദം. അപ്പോൾ ഇത്തരം കേസുകൾ നോക്കുമ്പോൾ ഇംപ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്തരം ആളുകളെ നിങ്ങൾ കൊന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മരണം വരെ സംഭവിക്കാമെന്നാണ് വ്യംഗ്യമായിട്ട് കെന്റ് പറയുന്നത്. ഇഫ് യുവർ മെഡിസിൻസ് വെർ നോട്ട് പവർഫുൾ ഇനഫ് ടു കിൽ ഫോക്സ്, ദേ വുഡ് നോട്ട് ബി പവർഫുൾ ഇനഫ് ടു ക്യൂർ സിക്ക് ഫോക്സ്. അപ്പോൾ മറ്റൊരു തരത്തിൽ ഇതിനെ പറയുകയാണ്, നിങ്ങളുടെ മരുന്നുകൾ ആളുകളെ കൊല്ലാൻ കെൽപ്പുള്ളതല്ലെങ്കിൽ ഹീൽ ചെയ്യാനും കെൽപ്പുള്ളതല്ല. നമ്മൾ ഹോമിയോപ്പതിയുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളിലേക്ക് പോവുകയാണ്. നമ്മൾ വിഷവസ്തുക്കളെ ഡൈല്യൂട്ട് ചെയ്ത് പൊട്ടൻസൈസ് ചെയ്താണ് പ്രധാനപ്പെട്ട ഔഷധങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അവിടെ അതിന് പൊട്ടൻസികൾക്ക് ക്യൂറേറ്റീവ് പവറേ ഉള്ളൂ. ഡിസീസ് മേക്കിംഗ് പവർ ഡിമിനിഷ് ചെയ്തില്ലാതാവുന്നുണ്ട്. പക്ഷേ ഇത്തരം ചില കണ്ടീഷൻസിൽ പൊട്ടൻസികൾക്ക്, ഹയർ പൊട്ടൻസികൾക്കും ഡേഞ്ചറസ് ആക്ഷൻ ഉണ്ടാകാം. അത് സൾഫർ പോലെ ക്രൂഡ് ഫോമിൽ കഴിച്ചാൽ ചെറിയ അളവാണെങ്കിലും മരിക്കുകയൊന്നുമില്ല. പക്ഷേ അതിന് ഈ ഒരു കണ്ടീഷൻ, സൈലീഷ്യ, അത് മണ്ണ് വാരി നിന്നാൽ മരിക്കുകയൊന്നുമില്ല. പക്ഷെ ഒരു ഹയർ പൊട്ടൻസി കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം ടിപ്പിക്കൽ കണ്ടീഷൻസിൽ മരണം വരെ സംഭവിക്കാം. അപ്പം അങ്ങനെ മരണം വരെ സംഭവിക്കാൻ ഉള്ള കെൽപ്പ് അതിൻ്റെ ക്യൂറേറ്റീവ് പവറിൻ്റെ ഒരു മറുവശമാണ് എന്നുള്ളൊരു ഒരു ആർഗ്യുമെൻ്റാണ് കെന്റ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ പൊട്ടൻസിയിൽ, ഹയർ പൊട്ടൻസിയിൽ സൈലീഷ്യ പോലെ ഇനർട്ടഡ് സാധനം ഹയർ പൊട്ടൻസിയിൽ ചില കണ്ടീഷൻസിൽ കൊല്ലാൻ കെൽപ്പുള്ളതല്ലെങ്കിൽ അതിന് ഹീൽ ചെയ്യാനും കെൽപ്പില്ല എന്നുള്ളൊരു വാദം, തർക്കശാസ്ത്രപരമായിട്ടൊരു വാദമാണ് കെന്റ് പറയുന്നത്. അതിന് ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് കെന്റ് ഇവിടെ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് വെൽ ഫോർ യു ടു റിയലൈസ് ദാറ്റ് യു ആർ ഡീലിംഗ് വിത്ത് ദ റേസേഴ്സ് വെൻ ഡീലിംഗ് വിത്ത് ഹൈ പൊട്ടൻസീസ്. ഉയർന്ന പൊട്ടൻസികളെ കൊണ്ട് നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ റേസർ ബ്ലേഡുകൾ എടുത്ത് വീശുകയാണെന്നുള്ള ചിന്ത നിങ്ങളുണ്ടാവണം. ഇത് വളരെ ശ്രദ്ധിക്കണം. കാരണം ചില അനുഭവങ്ങൾ എനിക്ക് മനസ്സിലായത്, ചില പ്രാക്ടീഷണേഴ്സിന് ഒരു ഇൻഡിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് സിമിലിമം ആണെന്ന് ഉറപ്പാക്കുന്നതിന് മുൻപേ വളരെ ഹൈ പൊട്ടൻസീസ് 1M 10M ഒക്കെ എന്തുകൊണ്ട് കൊടുത്തുകൂടാ എന്നുള്ള ചിന്ത, അങ്ങനത്തെ ഒരു ചിന്താധാര ഉണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ റേസർ ബ്ലേഡുകൾ എടുത്ത് വീശുന്ന പണിയാണ് ചെയ്യുന്നത്. കൃത്യമായ ഇൻഡിക്കേഷൻസ് ഇല്ലെങ്കിൽ, ആ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും അത് ഡേഞ്ചറസ് ആകുന്ന ഇതേപോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത് റേസർ ബ്ലേഡ് എടുത്ത് വീശുന്നതിന് തുല്യമായിരിക്കും. ഇറ്റ് വുഡ് റാദർ ബി ഇൻ എ റൂം വിത്ത് എ ഡസൻ കില്ലേഴ്സ് സ്ലാഷിംഗ് വിത്ത് റേസേഴ്സ് ദാൻ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എൻ ഇഗ്നറന്റ് പ്രിസ്ക്രൈബർ ഓഫ് ഹൈപ്പൊട്ടൻസീസ്. ഇതേപോലുള്ള റേസർ ബ്ലേഡുകൾ വാളെടുത്ത് വീശുന്ന ഒരു ഡസൻ കൊലപാതകികളുടെ മുറിയിൽ ഇരിക്കുന്നതാണ് ഇതേപോലുള്ള ഹയർ പൊട്ടൻസീസ് ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് അശ്രദ്ധയോട് ഉപയോഗിക്കുന്ന ഒരു ഫിസീഷ്യൻ്റെ അടുത്ത് പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് ശ്രദ്ധിക്കണം. ഹൈ പൊട്ടൻസീസ് ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് ഇൻഡിക്കേഷൻസ് ഉണ്ടോ, ഒരു അത്രയ്ക്ക് ഹൈ പൊട്ടൻസി അവിടെ വേണ്ടതുണ്ടോ എന്ന് ശ്രദ്ധാപൂർവ്വം ആലോചിച്ച് ആ പൊട്ടൻസികൾ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ദോഷമുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട് മാത്രമേ ഹയർ പൊട്ടൻസീസ് ഉപയോഗിക്കാവൂ. ദേ ആർ മീൻസ് ഓഫ് ട്രമൻഡസ് ഹാം ആസ് വെൽ ആസ് ഓഫ് ട്രമൻഡസ് ഗുഡ്.
വമ്പിച്ച ഗുണമുണ്ടാക്കുന്നവയാണ് ഉയർന്ന പൊട്ടൻഷ്യൽ. പക്ഷെ അതേപോലെ വമ്പിച്ച വിനാശവും അവ ഉണ്ടാക്കാം ശ്രദ്ധിച്ചില്ലെങ്കിൽ. ഇനി കൽക്കരിയെക്കുറിച്ചുള്ളൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം കൂടി കെൻറ്റ് പറയുന്നുണ്ട്. അതുകൂടി മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ അധ്യായം കൺക്ലൂഡ് ചെയ്യാം. ഇൻ കോൺട്രാസ്റ്റ് വിത്ത് ഹെപ്പാർ, ഇത് ബ്രാക്കറ്റിൽ പറയാം, ഓൾദോ ഹെപ്പാർ ഈസ് എ ഫോം ഓഫ് കൽക്കേറിയ. കൽക്കേറിയുടെ ഒരു ഫോമാണ് ഹെപ്പാർ. അപ്പോൾ ഇൻ കോൺട്രാസ്റ്റ് വിത്ത് ഹെപ്പാർ, കൽക്കേറിയ കാർബ് ഹാസ് നോ സച്ച് ടിയറിങ് ഡൗൺ നേച്ചർ ഇൻ ഇറ്റ്. അപ്പോൾ ഹെപ്പാറിനുള്ള പോലെ കൽക്കേറിയക്ക് ഒരു ടിയറിങ് ഡൗൺ, ഇങ്ങനെ ചുഴഞ്ഞു കയറി സാധനത്തിനെ വലിച്ചു പുറത്തിടുന്നൊരു സ്വഭാവം കൽക്കേറിയ കാർബിന് ഇല്ല. ഇറ്റ് ഡസ് നോട്ട് എസ്റ്റാബ്ലിഷ് ഇൻഫ്ലമേഷൻ അറൌണ്ട് ഫോറിൻ ബോഡീസ് ആൻഡ് ടെൻ ടു സൂപ്പറേറ്റ് ദം ഔട്ട്. അപ്പോൾ ഫോറിൻ ബോഡീസ് ഉണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയിട്ട് അതിനെ പുറത്താക്കുന്ന രീതിയില്ല. പകരം എന്താ, ബട്ട് കോസസ് എ ഫൈബ്രസ് ഡിപ്പോസിറ്റ് അറൌണ്ട് ബുള്ളറ്റ്സ് ആൻഡ് അതർ ഫോറിൻ സബ്സ്റ്റൻസസ് ഇൻ ദ ഫ്ലഷ്. അപ്പോൾ ഫ്ലഷിൽ ബുള്ളറ്റ്സോ ഫോറിൻ ബോഡീസോ ഉണ്ടെങ്കിൽ അതിന് ചുറ്റും ഒരു ഫൈബ്രസ് ഡിപ്പോസിറ്റ് ഉണ്ടാക്കി അതിനെ അവിടെ സേഫായിട്ട് കീപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ കൽക്കേറിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. കൽക്കേറിയുടെ മറ്റു സ്വഭാവം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. എവിടെയെങ്കിലും പസ് ഫോർമേഷൻ ഇന്നർ പാർട്ടിലുണ്ടെങ്കിൽ, ഒരു ഡേഞ്ചറസ് പാർട്ടാണെങ്കിലും അതിനെ എങ്ങനെയോ സംഭവം അതിനെ അവിടെ നിന്ന് അബ്സോർബ് ചെയ്ത് ഏതോ മാർഗങ്ങളിലൂടെ അതിന് പഴുപ്പിനെ പുറന്തള്ളുന്നതിൻ്റെ സ്വഭാവം കൂടി കൽക്കേറിക്കുള്ളതായിട്ട് നമ്മൾ വായിച്ചിരുന്നു. അപ്പോൾ ഇത്തരം താരതമ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കൽക്കേറിയെക്കുറിച്ച് കൽക്കേറിയുടെ അധ്യായത്തിൽ പറയാത്ത കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടു. സൾഫറിനെക്കുറിച്ച് സൾഫറിൻ്റെ അധ്യായത്തിൽ പറയാത്ത കാര്യങ്ങളിലൂടെ കണ്ടു. അപ്പോൾ ലെക്ചേഴ്സ് കേൾക്കുമ്പോഴും പുസ്തകം വായിക്കുമ്പോഴും നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇത് മാർജിനിൽ നോട്ടായിട്ട് ഇതൊക്കെ കുറിച്ച് വെക്കുകയും വേണം. ഇപ്പോൾ കൽക്കേറിയെക്കുറിച്ച് പറഞ്ഞ കാര്യം കൽക്കേറിയുടെ അധ്യായത്തിൽ മാർജിനിൽ എഴുതി വെക്കുക. സൾഫറിനെക്കുറിച്ച് പറഞ്ഞ കാര്യം സൾഫറിൻ്റെ അധ്യായത്തിൽ മാർജിൻ എഴുതി വെക്കുക. അങ്ങനെ വേണം ഇത് പഠിക്കാൻ. ഇറ്റ് കോസസ് ട്യൂബർക്കുലർ ഡിപ്പോസിറ്റ് ടു ഹാർഡൻ ആൻഡ് കോൺട്രാക്ട് ആൻഡ് ബിക്കംസ് ഇൻസിസ്റ്റ്. അപ്പോൾ കൽക്കേറിയുടെ ഇൻഫ്ലുവൻസിന് കീഴിൽ ട്യൂബർക്കുലർ ഡിപ്പോസിറ്റ് കട്ടിയായിട്ട് ഹാർഡനായിട്ട് അതവിടെ ഒരു ഇൻസിസ്റ്റഡ് കണ്ടീഷനിൽ അതവിടെ ഇരുന്നുകൊള്ളും, സേഫായിട്ട് ഇരുന്നുകൊള്ളും. ഇതാണ് ഈ സൾഫർ, ഹെപ്പാർ സൾഫ്, സൈലീഷ്യ പോലുള്ള ഔഷധങ്ങളും കൽക്കേറിയുമായിട്ടുള്ളൊരു കോൺട്രാസ്റ്റ് സ്റ്റഡി. വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് കെൻറ്റ് ഈ അധ്യായത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്. ഇതെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അക്കോണേറ്റം എന്ന അധ്യായം പരിഗണിക്കാം. അക്കോണേറ്റവും ഹെപ്പാറുമായിട്ട് ഉള്ള പ്രധാനപ്പെട്ട ഒരു താരതമ്യം കെൻറ്റ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഹെപ്പാർ സൾഫിനെ കുറിച്ചുള്ള പഠനത്തിന് പിന്നാലെ നമ്മൾ അക്കോണേറ്റം കൂടി മനസ്സിലാക്കുകയാണെങ്കിൽ കുറേ കൂടി നല്ല കമ്പാരിസൺസും കുറേ കൂടി നല്ല പ്രാക്ടിക്കൽ ടിപ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത അധ്യായത്തിൽ നമുക്ക് അക്കോണേറ്റം ആരംഭിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.